കേന്ദ്ര സർക്കാരിന്റെ 4 തൊഴിൽ കോഡുകൾക്കെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭം നടക്കും. തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുമെന്ന സമരത്തിന് നേതൃത്വം നൽകുന്ന ട്രേഡ് യൂണിയനുകൾ അറിയിച്ചു. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. സംസ്ഥാനത്തും ബുധനാഴ്ച വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. 1000-ലധികം കേന്ദ്രങ്ങളിലാണ് സംസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കൊല്ലം ജില്ലയിൽ 73 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തും. വിദേശ ആഭ്യന്തര കുത്തകകളുടെ താൽപര്യാർത്ഥം തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന 4 തൊഴിൽ കോഡുകൾക്കെതിരായാണ് സംയുക്ത ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും ബുധനാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് രാജ്യവ്യാപക പ്രതിഷേധം. തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. കർഷക തൊഴിലാളി സംഘടനകളും ഇടതു പാർട്ടികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെയാണ് ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയോടെ സമരം നടക്കുന്നത്. തൊഴിലാളികൾക്ക് പിന്തുണയുമായി രാജ്യവ്യാപകമായി ഗ്രാമങ്ങളിൽ തൊഴിൽ കോഡുകളുടെ പകർപ്പ് കത്തിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കും വരെ ട്രേഡ് യൂണിയനുകൾക്കൊപ്പം രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും കിസാൻ മോർച്ച തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ സാധാരണ ജനവിഭാഗങ്ങൾക്കൊപ്പമാണോ അതോ വൻകിട കുത്തകകൾക്കൊപ്പമാണോ തങ്ങളെന്ന് സർക്കാർ വ്യക്തമാക്കണം. കുത്തക താൽപര്യം മാത്രം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. ലേബർ കോഡിലൂടെ രാജ്യത്തെ തൊഴിലാളികളെയാകെ മൂലധനത്തിന്റെ അടിമകളാക്കപ്പെടുന്നു. യുവാക്കളുടെ ഭാവി അട്ടിമറിക്കപ്പെടുന്നു. 8 മണിക്കൂർ തൊഴിലെന്നത് 12 മണിക്കൂറാക്കി വർദ്ധിപ്പിച്ചു. തൊഴിലുടമകൾക്ക് തോന്നും പോലെ ജീവനക്കാരെ പിരിച്ചുവിടാനും സ്ഥാപനം പൂട്ടാനും അവസരമൊരുക്കുന്നു. അസംഘടിത മേഖലയിലുള്ളവർ നിലവിൽ തന്നെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിലില്ല. ഇപ്പോഴത്തെ കോഡുകളിലൂടെ ശേഷിക്കുന്ന തൊഴിലാളികളിൽ 90% പേരും തൊഴിൽ സുരക്ഷ, സാമൂഹ്യ സുരക്ഷാ ചട്ടങ്ങൾക്ക് പുറത്താകും. 300 ജീവനക്കാർ വരെയുള്ള ഏത് സ്ഥാപനത്തിനും ഇനി മുതൽ ജീവനക്കാരെ തോന്നിയതുപോലെ പിരിച്ചുവിടാം. നേരത്തെ 100 ജീവനക്കാർ വരെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമായിരുന്നു ഇത് സാധ്യമായിരുന്നത്. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് പുറമെ അടച്ചുപൂട്ടലും പ്രയാസമാകലില്ല. തൊഴിലുടമകളുടെ ചൂഷണത്തിനെതിരെ സംഘടിക്കാനോ പണിമുടക്ക് പോലുള്ള സമരങ്ങളോ നടത്താൻ പാടില്ല. തൊഴിലാളി വർഗത്തെ പൂർണ്ണമായി അടിച്ചമർത്തുന്ന നിയമപ്രക്രിയയാണ് ലേബർ കോഡിലൂടെ നടപ്പാക്കുന്നതെന്ന് ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും വിവിധ തൊഴിലാളി സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്തും രാജ്യവ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 73 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടക്കുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്.